പിന്നെ സത്യത്തിൽ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങളുടെയൊക്കെ അവകാശങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗം കൂടിയാണ്. അതിന് കാശുവല്ലമാണ്. ഈ സവർണ ഹൈന്ദവ നിലപാടുള്ള BJPയോടൊപ്പം താങ്കൾക്ക് എങ്ങനെയാണ് ചേരാൻ കഴിയുന്നത് എന്ന് അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് എന്താണ് താങ്കൾക്ക് അതിനുള്ള? അത് മീഡിയ വൺ ചാനലായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാ. അതല്ലാതെ ഒരു കാരണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇവിടെ ഇന്ത്യയിലുള്ള നേതാക്കന്മാരെല്ലാം സവർണരാണോ? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഈ ആവശ്യമില്ല. നിങ്ങൾ തന്നെ ഉണ്ടാക്കി സവർണരാണ് ഇവിടുത്തെ BJPയുടെ നേതാക്കന്മാരെന്ന് പറയുവാൻ എങ്ങനെ നിങ്ങൾ ശ്രമിക്കുക? അത് കാരണം ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റ് ആരാണ്? എനിക്കറിയില്ല. ഇവിടുത്തെ മന്ത്രിയായിട്ടിരിക്കുന്ന ആരാണ്? എനിക്കറിയില്ല. BJPയുടെ മുഴുവൻ നേതാക്കന്മാരെടുക്ക്. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? വെറുതെ വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കിയലി നീ ഒന്നും പണയണ്ട. അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള വിഷയങ്ങൾ, പലയിടത്തും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. മണിപ്പൂരിലെ വിഷയം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നു. അതിനോടൊക്കെ തുഷാർ വെള്ളാപ്പള്ളിക്ക് യോജിപ്പുണ്ടോ? എനിക്ക് യോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. CA ഇന്ത്യയെ നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. എന്താ സംശയമുള്ളത്? ഈ പറയുന്ന പാകിസ്ഥാനിൽ ഏതെങ്കിലും ഇന്ത്യക്കാരനെ പോയിട്ട് സിറ്റിസൺഷിപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ. അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പോയി ജീവിക്കാൻ കഴിയുമോ? ദുബായിൽ പോയി ജീവിക്കാൻ കഴിയുമോ? അക്കൗണ്ടബിലിറ്റി വേണ്ടേ? അതുപോലെ ട്രിപ്പിൾ തലാക്ക് നടപ്പിലാക്കണ്ടേ? ഇവിടുത്തെ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റിരുന്നുകൊണ്ട് 3 പ്രാവശ്യം തലാക്ക് പറയുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത്. ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതെന്ന് പറയാൻ പഠിക്കണം. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാനത് ചോദിക്കരുതായിരുന്നു. രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ഹൈന്ദവന്റെയും വികാരമാണ്. പള്ളി പൊളിച്ചിട്ടാണത്. പള്ളിയല്ല, അവിടെ പള്ളിക്ക് മുമ്പേ ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ. അവിടെ തൊട്ടപ്പുറത്ത് അവിടെ പള്ളി പണിയാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അത് ഒരു തരത്തിൽ മാത്രം മീഡിയ വൺ ചാനലിന്റെ താല്പര്യം. 2 തരത്തിലുള്ളതുകൊണ്ട് മീഡിയ വൺ താല്പര്യം കൊണ്ടല്ല കേട്ടോ. അങ്ങനെ താങ്കൾ പറയരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നു. സംപ്രേഷണം ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഞാനത് പറയും. കാര്യം അത് അങ്ങനെ നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. അല്ല, വളച്ചൊടിച്ചതല്ല, ഞാൻ കാര്യങ്ങൾ മാത്രമാണ് താങ്കളോട് ചോദിച്ചത്. അത് തെറ്റാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അവനെന്നെ അറിയില്ല. എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. എന്ത് കരഞ്ഞു കാല് പിടിക്കോ? താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.